ഒരു ഫ്രഞ്ച് വാചകമാണ് നടി ഹണി റോസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് ക്യാപ്ഷൻ. അതിന്റെ അർത്ഥം നിങ്ങളുടെ സമയവും വരുമെന്നാണ്. തൊടുപുഴ മൂലമറ്റത്തെ സ്കൂളിൽ നിന്നും ക്യാമറയ്ക്ക് മുന്നിലേക്കുള്ള വഴി തെളിഞ്ഞിട്ട് 18 വർഷം. ആ യാത്രയിൽ എന്നും കൈനിറയെ സിനിമകൾ ഉണ്ടായിരുന്നില്ല എന്നാണ് ഹണി റോസ് പറയുന്നത്. ഒരുപാട് ഉയർച്ച താഴ്ചകൾ, ട്രിവാൻഡ്രം ലോഡ്ജും ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസും റിംഗ് മാസ്റ്ററും മോൺസ്റ്ററും വീരസിംഹറെഡ്ഡിയുമൊക്കെ ശ്രദ്ധിക്കപ്പെട്ടപ്പോഴും അതുപോലെ തന്നെ ഇടവേളകളുമുണ്ടായി. എന്നിട്ടും ഹണി റോസ് ഇന്നും ആൾക്കൂട്ടത്തിന് നടുവിൽ തരംഗമാണ്. കേരളത്തിൽ മാത്രമല്ല, തെലങ്കാനയിലും ആന്ധ്രയിലും, എന്തിന് അയർലൻഡിൽ പോലും ഹണി ഹരമായി. ഇപ്പോൾ ഇതാ കൈനിറയുള്ള ഉദ്ഘാടനങ്ങളോടൊപ്പം മലയാളത്തിൽ വീണ്ടും നായികയാകാനുള്ള ഒരുക്കത്തിലാണ് ഹണി റോസ്. എബ്രിഡ് ഷൈൻ അവതരിപ്പിക്കുന്ന ആനന്ദിനി ബാല സംവിധാനം ചെയ്യുന്ന റേച്ചൽ എന്ന സിനിമയിലെ ടൈറ്റിൽ റോളിലാണ് താരമെത്തുക. തന്റെ കഥാപാത്രത്തെപ്പറ്റി താരം പറയുന്നത് ഇങ്ങനെ: സിനിമയ്ക്ക് എന്നെയല്ല ആവശ്യം, എനിക്ക് സിനിമയാണ്. അതെനിക്ക് നന്നായി അറിയാം. സിനിമ നിർത്തിപ്പോകേണ്ട ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതെല്ലാം മറികടക്കുന്നത് വലിയ വലിയ പ്രതീക്ഷകൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമ ഒരു മിഷൻ ഓഫ് ഹോപ്പാണ്. കിട്ടുന്ന കഥാപാത്രങ്ങളെല്ലാം 100% ആത്മാർത്ഥതയോടെ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നല്ല കഥാപാത്രങ്ങൾ തേടി വരുന്നു. ഉദ്ഘാടനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ഇവന്റ്സ്. ഇതൊക്കെ എന്നും ഒപ്പമുണ്ടാകുമെന്ന വിശ്വാസവുമില്ല. പക്ഷേ പ്രതീക്ഷയുണ്ട്. അതിലാണ് നിലനിൽക്കുന്നത്. എല്ലാം ദൈവം തരുന്നതാണ്. സിനിമയിൽ നിൽക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് നടി പറയുന്നത്. സമ്മർദ്ദങ്ങൾ വലുതാണ്. അടുപ്പിച്ച് 2 സിനിമ വിജയിച്ചില്ലെങ്കിൽ ഭാഗ്യമില്ലാത്ത നടിയെന്ന മുദ്ര കുത്തും. ബോഡി ഷെയ്മിങ്ങും സോഷ്യൽ മീഡിയയിലെ ആക്രമണങ്ങളും വേറെ. ഇതിനെയൊക്കെ മറികടന്ന് വേണം പിടിച്ചു നിൽക്കാൻ. തനിക്ക് ലഭിച്ചത് സ്വപ്ന സമാനമായൊരു കഥാപാത്രം എന്നാണ് താരം പറയുന്നത്. സ്വപ്ന സമാനമായൊരു കഥാപാത്രം തന്നിലേക്ക് എത്തിയതുപോലെയാണ് തോന്നിയതെന്നും ഹണി റോസ് പറയുന്നു. രാഹുൽ മണപ്പാട്ട് എഴുതിയ ഒരു കഥ ആനന്ദിനി ബാല എന്ന പെൺകുട്ടി വന്ന് പറയുന്നു അവർക്ക് സംവിധാനം ചെയ്യാൻ. ഒരു സിനിമ കാണും പോലെയായിരുന്നു വിവരണം. അതിലെ റേച്ചൽ എന്ന കഥാപാത്രത്തെ കൊതിയോടെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു. ഇറച്ചിവെട്ടുകാരൻ പോത്തുജോയുടെ മകൾ, ഉശിരും തന്റേടവുമുള്ളവൾ. ഇത്തരം കഥാപാത്രങ്ങളൊക്കെ അപൂർവമായില്ലേ വരൂ എന്നും താരം പറയുന്നു. സിനിമ അവതരിപ്പിക്കാനും തിരക്കഥ എഴുതാനും എബ്രിഡ് ഷൈനും കൂടി ചേർന്നപ്പോൾ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല. കുട്ടിക്കാലത്ത് ഞായറാഴ്ചകളിൽ പള്ളി കഴിഞ്ഞു വരുമ്പോൾ അച്ഛനൊപ്പം ഇറച്ചി വാങ്ങാൻ പോകും. കമ്പിയിൽ കുരുത്ത് തൂക്കിയിട്ട ആടും പോത്തും ഡ്രസ്സ് മുഴുവനും ചോരയുമായി പണിക്കാരും ഇറച്ചി നുറുക്കുന്ന വലിയ കുറ്റിയുമൊക്കെ ഇപ്പോഴും തന്റെ മനസ്സിലുണ്ടെന്നാണ് ഹണി പറയുന്നത്. ഇനി അവരുടെ പെരുമാറ്റവും സംസാര രീതികളുമൊക്കെ ഒന്ന് പഠിക്കണമെന്നും അതിലൂടെ വേണം തന്റെ കഥാപാത്രമാകാനെന്നും ഹണി റോസ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് 24 മലയാളം.